നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. അല്ലയോ അച്യുത, യാതൊരു പതനവും ഇല്ലാത്തവെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അങ്ങനെയുള്ള അല്ലയോ അച്യുത, നീ തത് ക്ഷാമയേ, നീ അത് ക്ഷമിക്കണം. ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം നീ പൊറുക്കണം. നീ അപ്രമേയനാണ്. ആരാണ് എന്ന് നിന്റെ യഥാർത്ഥ രൂപത്തെ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. അങ്ങനെയുള്ള നീ അതെല്ലാം ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കണം എന്ന് ഭഗവാനോട് പറയാം. എന്നിട്ട് അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ഈ രൂപമുണ്ടല്ലോ, ഈ വിശ്വരൂപം, അത് കണ്ടിട്ട് എനിക്ക് ഭയം ഉണ്ടാവുന്നുണ്ടല്ലോ. എനിക്ക് അങ്ങ് നേരത്തെ ഈ വിശ്വരൂപത്തില് അങ്ങയുടെ വൈഷ്ണവ രൂപം കാണിച്ചു, അത് വീണ്ടും എനിക്ക് കാണാൻ ആഗ്രഹം. നേരത്തെ ഈ പടക്കളത്തില് അങ്ങ് വരുന്ന അവസരത്തിൽ അങ്ങേ കണ്ട ആ രൂപം എനിക്ക് കാണാൻ ആഗ്രഹം. 45, 46 കിരീടിനം ഗദിനം ചക്രഹസ്തം ഇച്ഛാമി ത്വം ദ്രഷ്ടുമഹം തഥൈവ. കിരീടം ധരിച്ചവനായി, ഗദ ധരിച്ചവനായി, ചക്രം കയ്യിലേന്തിയവനായി, അങ്ങനെയുള്ളവനായ നിന്നെ, ചതുർബാഹുവായ നിന്നെ, തഥൈവ നേരത്തെ കണ്ട പ്രകാരത്തിൽ, ഈ വിശ്വരൂപം കാണിച്ചു തരുന്ന അവസരത്തിൽ ഞാൻ നേരത്തെ കണ്ട പ്രകാരത്തിൽ, അതിനു മുമ്പ് എന്റെ കൂടെ നീ കളിച്ചു നടന്ന അവസരത്തിൽ നിന്നെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, കിരീടം ധരിച്ചവനായിട്ട്, ഈ ആയുധങ്ങളൊക്കെ ധരിച്ചവനായിട്ട്, കൂട്ടുകാരനായിട്ട്. അങ്ങനെ ആ പ്രകാരത്തിൽ അല്ലയോ ഭഗവാനെ, നിന്നെ എനിക്ക് കാണണമെന്ന ആഗ്രഹം. തേനൈവ രൂപേണ ചതുർഭുജേന, 4 കരങ്ങളോടുകൂടിയതായ ആ രൂപത്തിൽ എനിക്ക് ഈ വിശ്വരൂപ ദർശന വേളയിൽ ആദ്യം നീ എനിക്ക് തന്ന ആ ദർശനം, ആ രൂപത്തില്, ആ ശാന്തമായ രൂപത്തില്, കോമളമായ രൂപത്തില്, മനോഹരമായ രൂപത്തില് അല്ലയോ ഭഗവാനെ എനിക്ക് ചതുർബാഹുവായിട്ട് കാണാൻ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് സഹസ്രബാഹോ ഭവ വിശ്വമൂത്രേ, സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ, വിശ്വമൂർത്തിയായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങ് 1000 കൈകളോടുകൂടി നിൽക്കുകയാണ്. 1000 കൈകളോടുകൂടി നിൽക്കുന്ന, എണിയാൽ തീരാത്ത കരങ്ങളോടുകൂടി നിൽക്കുന്ന അല്ലയോ വിശ്വമൂർത്തേ, വിശ്വമൂർത്തിയായി നിൽക്കുന്ന അല്ലയോ ഭഗവാനെ, ചതുർഭുജേന 4 കരങ്ങളോടുകൂടിയതായ രൂപത്തില് കിരീടം ധരിച്ച്, ആ ഗദയെല്ലാം ധരിച്ച് എനിക്ക് കാണാനായി സാധിക്കണം. അങ്ങ് ആ രൂപം എനിക്ക് കാണിച്ചു തന്നാലും. ഇങ്ങനെ അർജുനൻ ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോഴേക്കും 50ാമത്തെ ശ്ലോകം, ഇത്യർജുനം വാസുദേവസ്തഥോക്ത്വാ സ്വകം രൂപം ദർശയാമാസ ഭൂയഃ. അർജുനനോട് ഭഗവാൻ പറഞ്ഞു, നീ വ്യസനിക്കേണ്ട, നീ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്റെ ഈ ഘോരമായ ഈ രൂപം, അത് ഞാനിതാ പിൻവലിക്കുകയാണ്. എന്റെ ആ ചതുർബാഹുവായിട്ടുള്ള രൂപം നീ കണ്ടുകൊള്ളൂ എന്നിങ്ങനെ ഭഗവാൻ അർജുനനോട് പറഞ്ഞിട്ട് സ്വകം രൂപം ദർശയാമാസ ഭൂയ. ആ അർജുനന് തൻ്റെതായിട്ടുള്ള ആ രൂപത്തെ, വൈഷ്ണവമായ രൂപത്തെ അർജുനനെ കാണിച്ചു. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു, 51ാമത്തെ ശ്ലോകം, ദൃഷ്ട്വേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ദന. ജനാർദ്ദനൻ ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നവൻ, സകല ജീവരാശിയെ രക്ഷിക്കുന്നവൻ. അങ്ങനെയുള്ള അല്ലയോ അർജുന, നിന്റെ ഈ സൗമ്യമായിരിക്കുന്ന മാനുഷരൂപത്തെ നേരിട്ട് കാണാൻ വീണ്ടും സാധിച്ചപ്പോഴേക്കും ഇദാനീമസ്മി സംവൃത്തഃ സചേത പ്രകൃതിംഗതഃ, ഞാനിതാ എന്റെ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നു. നേരത്തെ ഞാൻ ആകെ ഭയന്നുപോയി, പരിഭ്രമിച്ചു പോയി. ആ പരിഭ്രമമെല്ലാം വിട്ട് എന്റെ മനസ്സ് അല്ലയോ കൃഷ്ണ, അല്ലയോ ഭഗവാനെ, ഇതാ ശാന്തമായി കഴിഞ്ഞിരിക്കുന്നു. എന്റെ മനസ്സ് സന്തോഷം നിറഞ്ഞതായി കഴിഞ്ഞിരിക്കുന്നു. എനിക്കിപ്പോ ചൈതന്യം, എൻ്റെ ആ ധൈര്യം അത് വീണ്ടും കിട്ടിയതായിട്ടുള്ള അവസ്ഥ വന്നിരിക്കുന്നു. ഭഗവാനെ, ഞാൻ അങ്ങേ ഇതാ വന്ദിക്കുന്നു. ആ അവസരത്തില് ഭഗവാൻ പറഞ്ഞു, ശ്രീ ഭഗവാനുവാച, 52ാമത്തെ ശ്ലോകം,
സുദുർദർശമിതം രൂപം ദൃഷ്ടവാനസി യന്മമ. അല്ലയോ അർജുന, നീ ഇപ്പൊ കണ്ടല്ലോ എന്റെ രൂപം, ഇങ്ങനെ വിശ്വരൂപം. അത് സുദുർദർശമാണ്, എളുപ്പത്തില് ആർക്കും കാണാൻ കഴിയാത്ത രൂപമാണ്. അത് കാണാൻ വേണ്ടിയിട്ട് ദേവാഭി അസ്യ രൂപസ്ഥ നിത്യം ദർശനകാംക്ഷണ, ദേവന്മാർ പോലും ഈ രൂപത്തെ കാണാൻ വേണ്ടിയിട്ട് എന്നും ആഗ്രഹിച്ച് കൊതിച്ച് നടക്കുകയാണ്. പക്ഷെ അവർക്കൊന്നും കാണാൻ ഞാൻ കൊടുത്തിട്ടില്ല. ആ രൂപം ഞാൻ നിനക്ക് കാണിച്ചു തന്നു, നിന്നോടുള്ള സ്നേഹത്താൽ, നിന്നോടുള്ള വാത്സല്യത്താൽ. നിനക്ക് അതിനുള്ളതായ യോഗ്യത വരും എന്നുള്ളത് കൊണ്ട് ഞാനിതാ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അത് ആ രൂപമുണ്ടല്ലോ, ഈ വിശ്വരൂപം, അത് പവിത്രമാണ് എന്നറിഞ്ഞുകൊള്ളുക. അവിടെ ആ കൗരവ സഭയിൽ വെച്ച് കാണിച്ചു. ആർക്കും കാണാൻ പറ്റിയില്ല. കണ്ടത് ഭീഷ്മനും ദ്രോണനും. പൂർണ്ണമായി ഭീഷ്മനും വിതുരനും കണ്ടു, ദ്രോണൻ ഭാഗികമായി കണ്ടു. അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി ആർക്കും കാണാൻ പറ്റിയില്ല. ദേവന്മാർക്ക് കാണാൻ പറ്റാത്ത രൂപമാണത്. അവർ കൊതിച്ചു നടക്കുക മാത്രമേ ഉള്ളൂ. നാഹം വേദൈർന തപസ ന ദാനേന ന ചേജ്യയാ ശക്യ ഏവം വിധോ ദ്രഷ്ടും ദ്രഷ്ടവാനസി മാം യഥാ. മാം യഥാ ത്വം ദ്രഷ്ടവാനസി. നീ ഏതു പ്രകാരത്തിലാണോ എന്നെ കണ്ടിരിക്കുന്നത് അതേ പ്രകാരത്തിൽ വേദാധ്യയനവും യജ്ഞാദികളും ചെയ്തുകൊണ്ടും മാത്രം പറ്റൂല. അതിനൊരു കാര്യം കൂടി വേണം, എന്നിൽ അകൈതവമായ ഭക്തി കൂടി വേണം. വേദാധ്യയനം കൊണ്ട് പറ്റും എന്നെ കാണാൻ, പക്ഷെ എന്നിൽ അകൈതവമായ ഭക്തി ഉണ്ടാവണം. വേദാധ്യയനവും വേദം കൊണ്ടുള്ള യജ്ഞാദികളും പലരും ചെയ്യുന്നത് രാജ്യം കിട്ടാൻ, പണം കിട്ടാൻ, പേര് കിട്ടാൻ, പ്രശസ്തി കിട്ടാൻ, ലൗകിക കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഹോമാദികൾ, പൂജാദികൾ, തപസ് മുതലായവയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്നെ കിട്ടില്ല. പലരും അങ്ങനെയാ ചെയ്യുക. പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് എന്നിൽ സമർപ്പിച്ചുകൊണ്ട് ആരാണോ യജ്ഞാദികൾ ചെയ്യുന്നത് അവർക്ക് ഈ രൂപം കാണും. അതാണ് ഭഗവാൻ പറയുന്നത്. ദാഹം വേദൈർന തപസ. വേദം കൊണ്ട് എന്നെ കാണാൻ ഇങ്ങനെ പറ്റൂല, തപസ് കൊണ്ട് എന്നെ ഈ പ്രകാരത്തിൽ കാണാൻ പറ്റൂല. ന ദാനേന, ദാനം കൊണ്ട് എന്നെ ഈ പ്രകാരത്തിൽ കാണാൻ പറ്റൂല. അതേപോലെ തന്നെ നച വിജയ, യജ്ഞാദി കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടും അങ്ങനെ എന്നെ ആശ്രയിച്ചത് കൊണ്ടും ഒന്നും എന്നെ കാണാൻ പറ്റൂല. പിന്നെയോ എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഭക്തി ഹൃദയത്തിൽ നിറയണം. ഈ ചെയ്യുന്ന വേദവും യജ്ഞവും തപസ്സും എല്ലാം, വേദാധ്യയനവും എല്ലാം പരിപൂർണമായ സമർപ്പണത്തോടു കൂടിയാകണം. ഇതിന്റെ അന്തസ്തത്വം അത് പരമാത്മാവ് തന്നെയാണ്, നിർഗുണ നിരാകാര ബ്രഹ്മം തന്നെയാണ് എന്നതറിഞ്ഞുകൊണ്ട് വേണം. ഈ പ്രപഞ്ചത്തിൽ പലതില്ല, ഒന്നേ ഉള്ളൂ, ഏകമേവ അദ്വിതീയം, ഒന്ന് മാത്രം, പലതില്ലാത്തത്. അതറിഞ്ഞുകൊണ്ട് വേണം. അതറിഞ്ഞുകൊണ്ട് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ കാണാം. അതറിയാതെ ഭൗതിക കാമനകൾ വെച്ചുകൊണ്ട് ഈ വേദ ജപവും യജ്ഞവും തപസ്സും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്നെ ഈ പ്രകാരത്തിൽ കാണാനായി സാധിക്കില്ല. നിനക്ക് ഭക്തിയുള്ളത് കൊണ്ട് നിനക്ക് ഞാൻ എന്നെ ഈ പ്രകാരത്തിൽ കാണിച്ചു തരുന്നു. ഭക്ത്യാതു അനന്യയാ ശക്തിയ അഹമേവം വിധോർജുന. 54-ാമത്തെ ശ്ലോകം. അനന്യമായ ഭക്തി, എന്നിൽ നിന്ന് ഇളകാത്തതായ ഭക്തി, എപ്പോഴും എന്നിൽ തന്നെ സമർപ്പിച്ചതായ ഭക്തി, അതുകൊണ്ട് മാത്രമാണ് അല്ലയോ അർജുന എന്നെ കാണാൻ സാധിക്കും. ആ ഭക്തി വളരാൻ വേണ്ടി വേദാധ്യയനം പ്രയോജനപ്പെടും. ആ ഭക്തി വളരാൻ വേണ്ടിയിട്ട് യജ്ഞകർമാദികൾ പ്രയോജനപ്പെടും. ആ ഭക്തി വളരാൻ വേണ്ടിയിട്ട് തപസ് പ്രയോജനപ്പെടും, ദാനം പ്രയോജനപ്പെടും. ഇതിന്റെ എല്ലാം പരമമായ ലക്ഷ്യം എന്നിലുള്ള അനന്യഭക്തി വളരാൻ വേണ്ടിയിട്ടാണ്. എന്നിൽ മാത്രം ഹൃദയം ഉറച്ച ഭക്തിക്കാണ് അനന്യഭക്തി എന്ന് പറയുക. വേറൊന്നിനും ചിന്തയില്ല. ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് എനിക്ക് ഈ കിരീടം കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് അത്രയേറെ പണം കിട്ടണം, അങ്ങനെ വിചാരിച്ചിട്ട് ഭഗവാനിൽ ഭക്തി നമ്മൾ പരിശ്രമിച്ചാൽ, ഭക്തി നേടാനായി ശ്രമിച്ചാൽ നടക്കില്ല ഇതൊന്നും. ഒരുപക്ഷെ ഭൗതികമായ ആഗ്രഹങ്ങള് കുറെയൊക്കെ ഭഗവാൻ സാധിച്ചു തന്നു വരും. പക്ഷേ ഈ രൂപം, ഈ അദ്വൈതാനുഭൂതി അത് ലഭിക്കില്ല. അത് ലഭിക്കണമെങ്കിൽ അനന്യഭക്തി വേണം. മറ്റൊന്നിലും ചെല്ലാത്ത മനസ്സോടുകൂടിയ ഭക്തി, കുചേലന്റെ ഭക്തി പോലെ അങ്ങനെയുള്ളതായ ഭക്തി വേണം. ഭക്ത്യാതു അനന്യയാ ശക്യ അഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. അല്ലയോ അർജുന,
ജ്ഞാതും എന്നെ അറിയാനും, എന്നെ ശരിയായ രീതിയിൽ അറിയാനും, ദ്രഷ്ടും എന്നെ ശരിയായ രീതിയിൽ കാണാനും. അതാണ് തത്വേന യഥാർത്ഥമായ സ്വരൂപത്തില് എന്നെ അറിയാനും എന്നെ കാണാനും, പ്രവേഷ്ടും ച എന്നിൽ ലയിക്കാനും, ഞാനുമായിട്ട് ഐക്യം അനുഭവിക്കാനും. അതിനുള്ളതായ മാർഗം അനന്യഭക്തി കൊണ്ടാണ്. അല്ലയോ അർജുന, അത് നീ പരിപൂർണമായും നേടിക്കൊള്ളൂ. ആ മാർഗത്തിൽ നീ പുരോഗമിച്ചു കഴിഞ്ഞു. ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോവുക. ആ മാർഗത്തിലൂടെ നിനക്ക് എന്നിൽ തന്നെ പൂർണ്ണമായും ലയിച്ച് നിർഗുണ നിരാകാര ബ്രഹ്മമായിട്ട് ആനന്ദഘനായിട്ട് ശോഭിക്കാനായി സാധിക്കും. അതുകൊണ്ട് വേണ്ടത് 55-ാമത്തെ ശ്ലോകം, മത്കർമ്മകൃത് മത്പരമോ മദ്ഭക്തോ സംഗവർജിത. മത്കർമ്മകൃത്, എല്ലാ കർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ച് ചെയ്യുന്നവനായിട്ട് നീ ഭവിക്കണം. ഓരോ മനുഷ്യർക്കും അവരവരുടെ ജീവിതത്തില്, കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും ലോകത്തിലും അനേകം കർത്തവ്യങ്ങൾ ചെയ്യാനുണ്ട്. അതെല്ലാം ഈ കുടുംബം ഭഗവാനാണ്, ഈ സമൂഹം ഭഗവാനാണ്, ഈ രാജ്യം ഭഗവാനാണ്, ഈ ലോകം ഭഗവാനാണ്. ഇവിടെയുള്ള ഓരോ മനുഷ്യനും മൃഗവും പുല്ലും പുഴവും എല്ലാം ജീവനില്ലാത്ത പദാർത്ഥങ്ങളും ഭഗവാനാണ് എന്നറിഞ്ഞുകൊണ്ട് ഭഗവത് രൂപിയായിരിക്കുന്ന എന്നിൽ സമർപ്പിച്ച് ചെയ്യണം. എന്റെ കർമ്മങ്ങളാണ് എന്നറിഞ്ഞ് ചെയ്യണം. നിനക്ക് കർത്തവ്യമായി കൈവന്നിരിക്കുന്നത് എന്റെ കർമ്മങ്ങളാണ് എന്നറിഞ്ഞ് ചെയ്യണം. എനിക്ക് വേണ്ടി നീ ചെയ്യുന്നു എന്നറിഞ്ഞുകൊണ്ട് ചെയ്തു കൊള്ളണം. നമുക്ക് വേണ്ടി ഭഗവാൻ തന്നിരിക്കുന്ന ഏറ്റവും വലിയ കനത്ത ഉപദേശമാണിത്. മത്കർമ്മകൃത്, സകല കർമ്മങ്ങളും എന്റെ കർമ്മമാണെന്നറിഞ്ഞ് നിരന്തരം ചെയ്തുകൊള്ളൂ. മത്പരമോ, എന്നിൽ തന്നെ ലക്ഷ്യം വച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട് ദാനം ചെയ്യുന്നു, എന്തിനു വേണ്ടിയിട്ട് യജ്ഞം ചെയ്യുന്നു, എന്തിനു വേണ്ടിയിട്ട് പൂജ ചെയ്യുന്നു? ഭഗവാനെ നേടാൻ വേണ്ടി മാത്രം, ഭഗവാനിൽ എത്തിച്ചേരാൻ വേണ്ടി മാത്രം, ഭഗവാനിൽ ലയിക്കാൻ വേണ്ടി മാത്രം, അതല്ലാതെ മറ്റൊന്നിനുമല്ല. അങ്ങനെ പരിപൂർണമായിട്ടും എന്നിൽ സമർപ്പിതമായിട്ടുള്ള സങ്കല്പത്തോടുകൂടി കർമ്മം ചെയ്യണം. അതാണ് മത്പരമഃ. എന്നിൽ തന്നെ സമർപ്പിതമായ സർവ സങ്കല്പത്തോടും കൂടിയവനായിട്ട്, മദ്ഭക്തഃ, എന്റെ ഭക്തനായിട്ട്, സംഘവർജിതഃ, ലോകത്തിൽ മറ്റൊരു വസ്തുവിനോടും മറ്റൊരു സ്ഥാനമാനത്തോടും മറ്റൊരു നേട്ടത്തോടും യാതൊരു ആഗ്രഹവുമില്ലാത്തവനായി കണ്ട്, നിർവൈര സർവഭൂതേഷു, ഈ ലോകത്തിലുള്ള ഒരു ജീവനുള്ള പദാർത്ഥത്തോടും ജീവനില്ലാത്ത പദാർത്ഥത്തോടും ഒന്നിനോടും ഒരു വൈരവുമില്ലാത്തവനായി കണ്ട്, എല്ലാത്തിനെയും ഞാനായി കണ്ട്, എല്ലാത്തിനെയും എന്നെ പോലെ ആദരിക്കുന്നവനായി കണ്ട്, ഞാനെന്ന് സങ്കല്പിച്ച് ആദരിക്കുന്നവനായി കണ്ട്, ആരാണോ ജീവിക്കുന്നത്, അല്ലയോ അർജുന നീ അങ്ങനെ ജീവിക്കണം. ആരാണോ അങ്ങനെ ജീവിക്കുന്ന യഹ, ആരാണോ അങ്ങനെ ജീവിക്കുന്നത്, സമാമേതി പാണ്ഡവ, അല്ലയോ പാണ്ഡവ, അല്ലയോ അർജുന, അങ്ങനെയുള്ളയാള് മാമേതി, എന്നിൽ എത്തിച്ചേരുന്നു. അതാണ് ഭഗവാനിൽ എത്തിച്ചേരാനുള്ള മാർഗം. മത്കർമ്മകൃത് മത്കർമ്മകൃത് മത്പരമോ മദ്ഭക്ത സംഗവർജിത നിർവൈര സർവഭൂതേഷു യസ്സമാമേതി പാണ്ഡവ. നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ഈ വിശ്വരൂപത്തെ കാട്ടിത്തന്നുകൊണ്ട് ഭഗവാൻ ഇതാ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. സംശയത്തിന് പഴുതിടാത്ത രീതിയിൽ പറഞ്ഞു തന്നിരിക്കുന്നു. അങ്ങനെ ആ അവസ്ഥയിലെത്തുമ്പോൾ നാം സമ്പൂർണ്ണ ഭക്തിയിലേക്കും ആ ഭക്തിയെക്കുറിച്ച് ഗഹനമായി അറിയേണ്ടതുണ്ട്. അതാണ് 12ാമത്തെ അധ്യായത്തിൽ കേൾക്കുന്നത്. ഈ 18 അധ്യായങ്ങളും അതിഗംഭീരമായിട്ട് ഇങ്ങനെ ഓർത്തിണക്കിയിരിക്കുകയാണ്. ഓരോന്നും വേറൊന്നിനോട് ചേർന്ന്, എങ്ങനെയാണോ മുണ്ടില് നൂലുകളെല്ലാം കോർത്തിണക്കിയിരിക്കുന്നത് അതേ പ്രകാരത്തിൽ ഇതിലെ ഓരോ അധ്യായവും ഓരോ ശ്ലോകവും ഓരോ ശ്ലോകത്തിലെയും ഓരോ വാക്കും ഓരോ വർണ്ണവും ഓരോ അക്ഷരവും അങ്ങനെ കോർത്തിണക്കിയിരിക്കുകയാണ്. അതാണ് അത്ഭുതകരമായ രചനയാണ്
ഈ ഭഗവാന്റെ ഈ മധുരമായ പാട്ട്, ഭഗവാന്റെ പാട്ട്, ഭഗവത്ഗീത. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ വിശ്വരൂപദർശനയോഗോ നാമ ഏകാദശോऽധ്യായഃ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥന്റെ സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളുടെ പവിത്ര പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപത്മങ്ങളിൽ, പവിത്രമായിരിക്കുന്ന നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന വാസുദേവകൃഷ്ണന്റെ ഗീതാചാര്യന്റെ പാദപങ്കജങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.